എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലെ വാസിഫ് വെറ്റ്ലാൻഡ് സെന്ററിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഇവിടെ ഒരു എൻട്രി ഫീസ് 15 ദിർഹംസ് ആണുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷികളെ കുറിച്ച് കൂടുതൽ അടുത്ത് കാണാനും നമുക്ക് പരിചയപ്പെടാനും പറ്റിയ ഒരു ഏരിയ ആണ്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികളായിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ബഗ്ഗി റൈഡാണ്. ഏകദേശം ഒരു 10-40 മിനിറ്റ് നമുക്ക് ബഗ്ഗിയിലൂടെ യാത്ര ചെയ്ത് കാടിന്റെ അറ്റ്മോസ്ഫിയർ നിറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പക്ഷികളെ കുറിച്ച് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷികളെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഏരിയയിലോട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബഗ്ഗി റൈഡ് യാത്ര തിരിക്കുന്നത്. അപ്പൊ ആ കാഴ്ചയിലേക്ക് നമുക്ക് കാണാം.
ബേഡ്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതിനും പോകുന്ന ബഗ്ഗിയിലോട്ടാണ് പോകുന്നത്. ഈ കിടക്കുന്ന ബഗ്ഗിയാണ് കിടക്കുന്നത്. നമ്മൾ വീട്ടിൽ ഒരു ബഗ്ഗി ഉണ്ടായിരുന്നു. നമുക്ക് അതിൽ കയറിയിട്ട് ഒരു 10-20 മിനിറ്റോളം നമുക്കൊരു യാത്രയുണ്ട്. അപ്പം അതിൽ ഒരു യാത്ര ചെയ്തിട്ട് അവർ പറയുന്നത് മാനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ യാത്രകളാണ് നമ്മളിപ്പം ഇരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഗ്ഗി റൈഡാണ്. ബഗ്ഗി റൈഡ് ഈ റോഡിലൂടെ പോകുന്ന രീതി വശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ രീതിയിലുള്ള അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. രീതി സൈഡിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച്, അതുപോലെ ഈ ലാൻഡിന്റെ കുറെ ഏരിയയിൽ തടാകങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ തടാകങ്ങളിൽ ധാരാളം പക്ഷികൾ വന്നിരിക്കുകയും ഈ പക്ഷികളെ വീക്ഷിക്കുന്നതിന് വേണ്ടി 7-8 ഒരു ഒബ്സർവേഷൻ സെന്റർ തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ പക്ഷികളെ വീക്ഷിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വന്ന സമയം ചൂട് സമയം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും അടുത്ത് കാണാനോ ഒന്നും പറ്റുന്നില്ല. കാരണം തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ആകുമ്പം ഇവിടെ ഈ തടാകങ്ങൾ പോലെ ഇപ്പോൾ വെള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. ധാരാളം പൊടിയാണ് ഇപ്പം പൊടി ചൂട് സമയത്ത് വന്നുകൊണ്ട്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഒരു തണുപ്പ് സമയത്താണ്, ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു മാസങ്ങളിൽ വരുവാണെങ്കിൽ കൂടുതലായിട്ട് പക്ഷികളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇപ്പം മൃഗങ്ങളായ മാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്തിട്ടും കാണാൻ പറ്റിയില്ല. അപ്പം അതിനെ കാണാമെന്നൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ബഗ്ഗി ഡ്രൈവർ പറയുന്നത്. അങ്ങനെ ബഗ്ഗി റൈഡിന്റെ അവസാന യാത്രയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുവരെയാണ് ഒരു ആനിമൽസിനും കാണാൻ പറ്റിയില്ല. കുറച്ചു നേരം ബഗ്ഗി ഒരു 40 മിനിറ്റോളം ബഗ്ഗി റൈഡ് ഉണ്ടായിരുന്നു. അപ്പം മനോഹരമായ ഒരു കാടിന്റെ അന്തരീക്ഷമാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു മാനെ കാണാൻ പറ്റി. അപ്പോൾ ഈ യാത്രയുടെ അവസാനമായപ്പോൾ നമുക്കൊരു മാനെ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബഗ്ഗി യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ വന്ന പോരിലേക്ക് എത്തുകയാണ്. നമ്മൾ അങ്ങനെ ബഗ്ഗിയുടെ യാത്ര പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണ വന്ന് കണ്ട് കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ്.
അപ്പോൾ എല്ലാവരെയും വന്ന് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.